ദിഗ്വിജയ, പോയ കാര്യം എന്തായി? എങ്ങനെയാണ് മനുഷ്യൻ? അവൻ നമ്മൾ വിചാരിച്ച ആളല്ല. അവനോട് സംസാരിച്ചിട്ട് അവനെ ഞാൻ എങ്ങനെയെങ്കിലും എന്റെ പക്ഷം ചേർക്കുമെന്ന് പറഞ്ഞു പോയവൻ ഇത്രമാത്രം ആശങ്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ദിഗ്വിജയ? അവൻ അത്ര പെട്ടെന്ന് നമ്മുടെ കൈക്കുള്ളൊതുങ്ങില്ല. സൈലന്റ് ആയിട്ട് എതിരെയുള്ളവരെ തന്റെ വലയ്ക്കകത്താക്കുന്നവന്. വെറും ഒരു മനുഷ്യനായി അവനെ നിനക്ക് ഇത്രത്തോളം പേടിയോ? നീ അവനോടൊന്നും സംസാരിച്ചില്ലേ? ഞാൻ അവനോട് സംസാരിച്ചു നോക്കി, കൂടെ കുടിക്കാനും നിർബന്ധിച്ചു. പക്ഷെ അവൻ ഒന്നിനും വഴങ്ങിയില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവൻ അത്ര പെട്ടെന്ന് വീഴുന്ന ഒരാളല്ല എന്ന്. ഈ കാര്യത്തിനാണോ നീ ഇത്രയും വിഷമിക്കുന്നത്? ഞാനിങ്ങനെ ഇരുന്ന് വിഷമിക്കുന്നതിന്റെ കാര്യം വേറെയാണ്. അവൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നും മിസ്സായവരെ അന്വേഷിക്കാൻ വേണ്ടി മാത്രമല്ല. അന്ന് പാമ്പുകടിയേറ്റ് മരിച്ചുപോയ എന്റെ 4 കൂട്ടുകാരില്ലേ, അവരെക്കുറിച്ചും കൂടി അറിയാനാ. അവൻ ഇവിടെ നടന്ന എല്ലാ മരണങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് തുടങ്ങുകയാണെങ്കിൽ വീണയുടെയും അജിത്തിന്റെയും മരണം കൂടി അന്വേഷിച്ചു. അവരെ രണ്ടുപേരെയും ഇല്ലാതാക്കിയത് നമ്മളാണ്. സാമ്പ്രാട്, ദണ്ഡപാണി, സാംബശിവൻ, ഇവരുടെയൊക്കെ മരണം പാമ്പുകടി ഏറ്റിട്ടാണെന്ന് അവൻ പറയുന്നു. അവൻ ഇപ്പോൾ തന്നെ പകുതി സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള സത്യങ്ങളും അവൻ തീർച്ചയായും അറിയും. ഇത്രത്തോളം പേടിക്കേണ്ടതില്ല ദിഗ്വിജയ. നമ്മുടെ ശക്തി കൊണ്ട് എളുപ്പത്തിൽ അവനെ എന്ത് വേണേലും ചെയ്യാൻ കഴിയും. നോക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രവിദ്യയും ശക്തി സാമർത്ഥ്യങ്ങളും കൊണ്ട് മാത്രം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് കരുതരുത്. ഇത് മാന്ത്രിക ലോകമല്ല. ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിൻ്റെതായ ചില നീതികളുണ്ട്. അത് നമ്മൾ അനുസരിച്ചേ മതിയാകൂ. മറ്റു മാർഗത്തിൽ നടന്നാൽ നമ്മൾ തെറ്റുകാരുമാകും, കേസും ഉണ്ടാകും. എന്ത് കേസാണ്? അഗ്നി ആഹൂതി പ്രയോഗം നടത്തിയാൽ എളുപ്പത്തിൽ അവനെ ചുട്ട് ഭസ്മമാക്കാൻ പറ്റും. ഇത് തന്നെയാണ് വേണ്ടെന്ന് പറയുന്നത്. അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാ പിന്നെ ഈ പോലീസുകാരെല്ലാം വന്ന് ഈ വീട് കയറി നിരങ്ങും. 1 or 2 പേരെയാണെങ്കിൽ നമുക്ക് പേടിപ്പിക്കാം. പക്ഷേ ഒരു സൈന്യം തന്നെ ഈ വീട്ടിലേക്ക് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയവും സന്ദർഭവും ഉണ്ടായിരിക്കും. അപ്പോൾ എതിർക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിച്ചു നിന്നിട്ട് കാര്യവുമില്ല. ഇതിനൊരു ഉപായം കണ്ടുപിടിച്ചേ മതിയാകും. അയ്യോ, പാമ്പിന്റെ തൊലി! പാമ്പിന്റെ തൊലി ഇവിടെ ഇങ്ങനെ വന്നത്? അപ്പോ ഈ റൂമില് പാമ്പുണ്ടെന്നാണോ? എന്റെ ദൈവമേ, അയ്യോ, എവിടെയുള്ളത്? എവിടെയാണോ എന്തോ? അയ്യോ, അല്ല, പാമ്പെന്ന് പറഞ്ഞാലേ എനിക്ക് പേടിയാണ്. അപ്പൊ എന്റെ ഇത്ര അടുത്ത് പാമ്പ് വന്നിട്ടും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ? അത്ര ഭയങ്കര ഉറക്കത്തിലായിരുന്നോ ഞാൻ? പാമ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവോ? എവിടെയാണോ എന്തോ? പാമ്പിന്റെ തൊലി ഇതെങ്ങനെ എന്റെ ദേഹത്ത് വന്നത്? അപ്പോ എനിക്കും
പാമ്പിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്ക് തന്നെ അറിയാത്തതുപോലെ എന്റെ ശരീരത്തിലുണ്ടാവുന്ന രോമാഞ്ചവും ഏതോ ഒരു മായാശക്തിയും അന്ന് ഞാൻ പോലും അറിയാതെ ആ ദണ്ഡ പണിയെ കൊന്നുകളഞ്ഞതും, ഫാം ഹൗസിൽ വെച്ച് ആ വിഷകണ്ഠനെ കൊന്നുകളഞ്ഞതും, എന്നിട്ട് റിപ്പോർട്ടിലെ പാമ്പ് കടിച്ചാണ് മരിച്ചതെന്ന് വന്നതും, അപ്പോ ഈ തൊലി എന്റെ ശരീരത്തിൽ പറ്റിയതല്ല, ഞാൻ തന്നെ കളഞ്ഞതാണോ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഹലോ, ദേ നോക്കിയേ, 2 പെണ്ണുങ്ങളെ കാണാനില്ല. ദാ നോക്കൂ, 2 പെണ്ണുങ്ങൾ വീട്ടിൽ കയറി എല്ലാം മോഷ്ടിച്ചോണ്ട് പോയത്രേ. ഇത്ര നാളും റോഡിലായിരുന്നു മോഷണം. ഹാ, ഇപ്പോ അല്ല, ഇതൊക്കെ ഞാനിതിനെ നിങ്ങളോട് പറയുന്നേ. പാവങ്ങള്, നിങ്ങൾ എങ്ങോട്ട് ഇറങ്ങാൻ പോവാണെന്ന് തോന്നുന്നു. മാലയൊക്കെ സൂക്ഷിച്ചോ കേട്ടോ. ശരി, വീട്ടിലെല്ലാരും പരിചയപ്പെട്ടിരുന്നു. നിങ്ങളാരാ? അതെല്ലാം നിന്നോട് എന്തിനു പറയണം? എന്നോട് പറയണം. കാരണം ചോദ്യം ചോദിക്കേണ്ട സ്ഥാനത്ത് ഞാനുണ്ട്, ഉത്തരം തരേണ്ട സ്ഥാനത്ത് നിങ്ങളും നിൽക്കുന്നു. സോ ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം തരണം. ആരാണ് നിങ്ങൾ? ഞാൻ ധനഞ്ജയന്റെ ധർമ്മപത്നി. ഓ, നിങ്ങൾ ധനഞ്ജയുടെ ധർമ്മപത്നിയാണോ? സോ നിങ്ങൾ ധനഞ്ജയുടെ ധർമ്മപുത്രിയാ? ഞാൻ അദ്ദേഹത്തിന്റെ മകളല്ല, ഇതെന്റെ അമ്മായിയാണ്. ഞാൻ ഇവരുടെ ചേട്ടന്റെ മകളാണ്. ആ, വെരി ഗുഡ്. എനിക്ക് ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു നിങ്ങളൊന്നും ഈ നാട്ടുകാരല്ലെന്ന്. സോ ഏത് നാട്ടുകാരാണ് നിങ്ങൾ? ഞങ്ങൾ ദൂരെയുള്ള ഗുജറാത്ത്. എത്ര വർഷമായി കേരളത്തിൽ വന്നിട്ട്? 6 മാസം. എന്ത്? ദൂരെയുള്ള ഗുജറാത്തോ? ഗുജറാത്ത് എന്ന് പറഞ്ഞാ പോരെ, അതിനെന്തിനാ ദൂരെയുള്ള ഗുജറാത്ത്? സോ നിങ്ങൾ ദൂരേന്ന് വന്നതാണെന്ന് എന്നെ വിശ്വസിപ്പിക്കാനാണോ? വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കില്ലെങ്കിൽ വേണ്ട. ഞങ്ങൾ പറയുന്നതൊക്കെ സത്യോ? ഗുജറാത്ത് എന്നും പറയുന്നു, കേരളത്തിൽ വന്നിട്ട് വെറും 6 മാസമായെന്നും പറയുന്നു. എന്നാലും മലയാളം നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ഇവിടെയും ചില ആളുകളുണ്ട് കേരളത്തിൽ വന്നിട്ട് 6 വർഷമായിട്ടും മലയാളമേ അറിയില്ല. കൊള്ളാം, നിങ്ങൾക്ക് എന്റെ വക. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയവരാ, അല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് വന്നവരല്ല. ബൈ ദ വേ, ഗുജറാത്തിൽ എവിടെയായിരുന്നു നിങ്ങൾ? അത് സൂററ്റ് അല്ലല്ല, വഡോദരയിലായിരുന്നു ഞങ്ങൾ. അതെ. അത് മഹാരാഷ്ട്ര ബോർഡറിലല്ലേ വരുന്നേ? അതെ. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഉദ്ദേശം എന്താ? പറയൂ. ഞങ്ങൾ അവിടുന്ന് എന്നേക്കുമായിട്ട് വന്നതല്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വെറുതെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നേ ഉള്ളൂ. നോക്ക്, ഇവിടെ സംഭവിച്ച കാര്യങ്ങൾക്കും ഞങ്ങൾക്കും യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ബന്ധമില്ലേ? കണ്ടുപിടിച്ചോളാം. ഒരു ബന്ധവുമില്ലാത്തവർക്ക് സന്തോഷിക്കാം, ഇനി ബന്ധമുള്ളവർക്ക് കാരാഗ്രഹം. അല്ല, പുറത്തു പോകുകയല്ലേ, പോയിട്ട് വരൂ. മാല സൂക്ഷിക്കണേ. എന്റെ ദൈവമേ, തൃശ്ശൂൽ എന്നോട് പറഞ്ഞത് ആ ശിവാനി നാഗകന്യകയാണെന്നാ. ഞാൻ പക്ഷെ ഒരു സാധാരണ സ്ത്രീയല്ലേ? അപ്പൊ പിന്നെ എന്റെ ശരീരത്തിൽ നിന്നും ഇങ്ങനെയൊക്കെ എങ്ങനെയാ വരിക? എന്താ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് എന്തായിരിക്കും കാരണം? എന്റെ ദൈവമേ, ആരോ വന്നിട്ടുണ്ടല്ലോ. ഇതിവിടെ കണ്ടു കഴിഞ്ഞാ എന്താ ചെയ്യാ? വരുന്നു. ശിവാനി തൃശ്ശൂല് വന്നോ? ഇല്ലല്ലോ. നീ അവനെ ഫോൺ വിളിച്ചില്ലേ? അവൻ എവിടെയാന്ന് വല്ല വിവരം കിട്ടിയോ? അത് ഫോൺ നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്.
ശിവാനി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? തൃശൂൽ ഈ വീട്ടിലില്ലാത്തതില് നിനക്കൊരു വിഷമം തോന്നുന്നില്ലേ? ശിവാനി, നീ എന്താ വല്ലാതിരിക്കുന്ന? ഒന്നുമില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. നിന്റെ ടെൻഷൻ കണ്ടിട്ട് നീ എന്തോ മറച്ചു വെക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഒളിക്കാനോ? ഞാനെന്താ വിളിക്കാന്? അങ്ങനെയൊന്നുമില്ല. നിന്റെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെ തോന്നിയേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്തു പറ്റി ശിവാനി? എന്താ കാര്യം? നോക്ക്, എന്ന് തന്നെയായാലും നിനക്ക് എന്നോട് പറയാം. നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടോളൂ. നീ ഇപ്പൊ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തൃശൂൽ ഇവിടെ വേണായിരുന്നു അല്ലേ? ഏത് നേരം എന്നോട് കടിച്ചു കയറാൻ വരുന്നവളാ. ഇപ്പൊ ഞാൻ മുറിയിൽ കയറി വന്നപ്പോ ആകെ പേടിച്ചു നിൽക്കാണല്ലോ. ഞാൻ ഓരോന്നും ചോദിക്കുമ്പോ ഇവള് വേറെന്തൊക്കെയാണല്ലോ പറയുന്നത്. ഒരിടത്തേക്ക് തന്നെയാണല്ലോ നോക്കുന്നത്, ഒരേ സ്ഥലത്തേക്ക്. എന്തായിരിക്കും അത്? പറഞ്ഞു കഴിഞ്ഞു അല്ല? ആ, എന്നാ പിന്നെ പൊയ്ക്കോ. സാരമില്ല ശിവാനി, ഞാനിവിടെ ഇരിക്കാം. എനിക്ക് ഒറ്റയ്ക്കിരുന്നിട്ട് ആകെ ടെൻഷൻ ആവാ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. അല്ല, ഞാൻ കുളിക്കാൻ പോവാ. നീ പൊയ്ക്കോ. സാരമില്ല, ഞാനിവിടെ ഇരുന്നോളാം. പൊയ്ക്കോളാന്നല്ലേ ഞാൻ പറഞ്ഞത്. ശരി. എന്താ അവൾ ഇങ്ങനെ പെരുമാറുന്നത്? എന്തായിരിക്കും അതിൻ്റെ ഉള്ളില്? എന്തൊരു രുചിയാണ് ഈ കേസരിക്ക്. എത്ര കഴിച്ചാലും പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നുവാണെന്നേ. ആ പിന്നെ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും സത്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ പൈസ കൊടുത്ത് വശത്താക്കണം, ഇല്ലെങ്കിൽ ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കണം. എന്റെ കാര്യം അങ്ങനെയല്ല. ഇതുപോലെ നല്ല ഭക്ഷണം വാങ്ങിച്ചു തന്നാ മതി. എല്ലാ സത്യം ഞാൻ അറിയാതെ പറഞ്ഞു. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. അപ്പോ രുചികരമായിട്ടുള്ള ആഹാരവും വിഭവങ്ങളും തന്നാൽ ആരും പറയാത്ത സത്യങ്ങളൊക്കെ നിങ്ങൾ പറയുമല്ലേ? റൈറ്റ്? അല്ല, ഞാനൊരു രസത്തിനങ്ങ് പറഞ്ഞതാ. എന്ത് സത്യം പറയാനാ? നിങ്ങൾ പറയണം. നിങ്ങൾക്കറിയാവുന്ന സത്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞേ മതിയാവൂ. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയൊന്നും, ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ എല്ലാരും മനസ്സിലാക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നേ. ഞാൻ വേണമെങ്കിൽ ഈ കഴിക്കുന്ന അങ്ങ് നിർത്തിയേക്കാം. അതെ ഗോവിന്ദ, ഇരിക്കൂ ഗോവിന്ദ, നിങ്ങൾ ഇരിക്കേ. ഇരിക്കൂ. അമ്മേ, അദ്ദേഹത്തിന് കുറച്ച് കേസരി കൊടുക്കൂ. നല്ലോണം കഴിക്കൂ ഗോവിന്ദ. എന്നാലല്ലേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ശക്തി ഉണ്ടാവൂ. ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ. അതെ ഗോവിന്ദൻ ചേട്ടോ, നിങ്ങൾ പറഞ്ഞ ശരിയാട്ടോ. കേസരി അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളുടെ തൃശൂലിനും ഇത് ഒരുപാട് ഇഷ്ടമാ. നിങ്ങളെ കാണുമ്പോ എന്റെ തൃശൂൽ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന പോലെയാ തോന്നുന്നത്. ഞാൻ തൃശൂലാണെന്ന് കരുതിക്കോളൂ അമ്മേ. ആ, എന്നുവെച്ചാ ഞാൻ വന്നിരിക്കുന്നതന്നെ തൃശൂലിന് വേണ്ടിയല്ലേ? ഇവന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യം പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തിയുമുണ്ട്. ഇവനെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ആരാണിവൻ? ഇവന്റെ എല്ലാ സംസാരവും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആള് എന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ തോന്നുന്നത്. അമ്മേ, പിന്നെ നിങ്ങൾ ഈ വീട്ടില് ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ളതല്ലേ? ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയുണ്ട്. എന്നുവെച്ചാ എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്ന നാള് മുതല്. അതെ ഗോവിന്ദ ചേട്ടാ, നിങ്ങളോ? കല്യാണം കഴിഞ്ഞ മുതലുണ്ട്. ഞാനൊരു കല്യാണത്തിന് വേണ്ടി ഇവിടെ വന്നതാ. എന്റെ കല്യാണത്തിനല്ല, എന്റെ ചേച്ചിയുടെ കല്യാണത്തിനാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇവർക്ക് ആർക്കും എന്നെ വിടാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. അതെയോ? ഗോവിന്ദേട്ടാ, നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു. പിന്നെ ഈ ഒരുപാട് തമാശ പറയുന്നവർക്കേ അധികകാലം സത്യങ്ങളൊന്നും മറച്ചു വെക്കാൻ പറ്റില്ലത്രേ. ഉള്ളതെല്ലാം അതേപടി പുറത്തേക്ക് വരും.
അല്ലേ ഗോവിന്ദേട്ടാ? അതെ അതെ, എന്നെ പോലുള്ള നിഷ്കളങ്കരുടെ മനസ്സിലൊന്നും നിക്കില്ലെന്നേ. ഓപ്പൺ ബുക്കാ ഞാൻ, എല്ലാം അങ്ങ് തുറന്നു പറയും. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാലും പറയോ? എന്ത് പറഞ്ഞാലും അതിൽ സംശയിക്കാണല്ലോ. എന്നെ അങ്ങോട്ടേക്ക്, ഈ വിഷയമായിട്ട് എനിക്കൊരു ബന്ധമില്ല. എന്നോട് എന്തെങ്കിലും ചോദിച്ചാ ഞാൻ എന്താ പറയാ? എന്റെ പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ചാ എന്തുത്തരം കൊടുക്കും? മിസ്റ്റർ നന്ദീശൻ, നിങ്ങൾ ഈയിടെ വന്നവരാണോ? ഏയ് ഇല്ലില്ല, കുഞ്ഞുനാൾ മുതലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാനും വലിയ മുതലാളിയും വലിയ കൂട്ടുകാരാ. ഒരുമിച്ച് ഞങ്ങൾ വളർന്നു, ഒരുമിച്ച് തന്നെയായിരുന്നു ഞങ്ങളുടെ കല്യാണം. എന്തിനേറെ പറയുന്നു, ഞങ്ങളുടെ രണ്ടുപേരുടെയും കുട്ടികളും ഒരുമിച്ചാ വളർന്നു. ഓഹോ, കൃഷ്ണ കുചേല ബന്ധമല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. ഈ കാലത്തും ഇതുപോലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് കേൾക്കുമ്പോ വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മളോട് ചോദിച്ച നമ്മൾ എന്ത് പറയും? അതേടി, ഇവിടുന്ന് ഓടി പോവാന്ന് വിചാരിച്ചിട്ട് അത് നടക്കുന്നില്ല. കേസരിയാണെ കുറെ കഴിച്ചു. മായ, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ ഈ വീട്ടിലെ ആരായിട്ട് വരും? അത് ഞാനിവിടുത്തെ ത്രിവിക്രമന്റെ ഫ്രണ്ടാ. അവന്റെ കല്യാണത്തിന് വേണ്ടി വന്നതായിരുന്നു. എന്നിട്ട് ഇതുവരെ തിരിച്ചു പോയില്ല? അത് അത് പോട്ടെ, വിടൂ, സാരമില്ല. ചോദ്യങ്ങൾ തുടങ്ങാം. മിസ്റ്റർ ധനഞ്ജയ് അല്ലേ? നിങ്ങളോ? ഞാന് ഈ വീട്ടിലെ ഇളയ മകനാണ്. നമ്മുടെ ഈ ജ്വല്ലറിയിലൊക്കെ കളർ സ്റ്റോൺസ് ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ ലക്കി സ്റ്റോൺസ്, അതിന്റെ ബിസിനസ് ചെയ്യാണ്. എന്റെ ചോദ്യം എവിടെയായിരുന്നു എന്നാണ്. ചണ്ഡീഗഡ്. ഓ, ചണ്ഡീഗഡിൽ സ്വർണ്ണക്കട. ആ കടയിൽ നിന്ന് എനിക്കൊരു മോതിരം വേണം. നല്ല പവറുള്ള ലക്കി സ്റ്റോൺ മോതിരം. കാരണം കേസ് വേഗം സോൾവ് ആവണമല്ലോ. എന്റെ കന്നി രാശി അത്തം നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഏത് മോതിരമാണ് നല്ലത് മിസ്റ്റർ ധനഞ്ജയ്? ഡയമണ്ട്. ഡയമണ്ട്, 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 ഡയമണ്ട്. സി ധനഞ്ജയ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? കന്നി രാശിക്കാർക്ക് എംറൾഡ്, ഐ മീൻ ഗ്രീൻ ലക്കി സ്റ്റോൺ. എന്നാ നിങ്ങൾ പറയുന്നത് ഈ വൃശ്ചികൻ, തുലാം രാശിക്കാരുടെ കാര്യമാണ്. അത് തെറ്റല്ലേ? ഓ സോറി, ഞാന് തുലാമെന്ന് പറയുന്ന പോലെ കേട്ടത്. നിങ്ങൾക്ക് സർപ്പത്തെ പോലെ ചെവിലേശം പതുക്കെയാണെന്ന് തോന്നുന്നു. വെള്ളം കുടിക്കൂ. പേടിച്ചെന്ന് തോന്നുന്നല്ലോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ വീടിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് ഇവിടുന്ന് കുറെ നിഗൂഢമായ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഈ വീടിന് ചുറ്റും പാമ്പുകളുടെ കറക്കവും സഞ്ചാരവും എല്ലാം വളരെ കൂടുതലാണത്രേ. ശരിയാണോ? പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ ചോദിക്കുന്നത്. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അത് ഈ എസ്റ്റേറ്റിന്റെ നടുക്കുള്ള വീടാകുമ്പോ പാമ്പ്, തേള്, അതുപോലെ ഈ നായും പുലിയൊക്കെ വരുന്നത് സ്വാഭാവികമാണ് മിസ്റ്റർ അഭയ്. അവ ചിലപ്പം അവരുടെ ഇഷ്ടത്തിന് നമ്മുടെ വീടിന്റെ ചുറ്റിനും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നു എന്ന് പറയുമ്പോ അവർക്കും അതിന് അവകാശമുണ്ടെന്നല്ലേ പറയാൻ പറ്റൂ. പാമ്പുകൾ കാരണം ഈ വീട്ടിൽ ആർക്കും ശല്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വീട്ടുകാർ കാരണം പാമ്പുകൾക്ക് ശല്യം ഉണ്ടായി. എന്നാണ് അർത്ഥം. അങ്ങനെയാണോ? അയ്യോ, വീണ്ടും തലേ കയറിയോ? കുടിക്കൂ, കുടിക്കൂ, വെള്ളം കുടിക്കൂ. നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഒരുപാട് പേടിച്ച പോലെയുണ്ട്. എന്തേ, പാമ്പിന് ഭയമാണോ? അല്ല, യന്ത്രമോ മന്ത്രമോ തന്ത്രമോ, അതിനല്ലേ ലക്കി സ്റ്റോൺ. പേടി മാറുന്നതിന് അതൊന്ന് വാങ്ങിച്ചു ധരിച്ചാ പോരെ? അളിയ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മുഖം തരാതെ പോയി എന്ന് പറയുമ്പോൾ
ആ മുഖത്തിന് പിന്നിൽ എന്തോ ഉണ്ടെന്നർത്ഥം.